ഹായ്, കുറേ ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അല്ലെങ്കിൽ ഞാൻ പോയ 2-3 സ്ഥലത്ത് വണ്ടർല, അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിങ്ങനെ കാണാൻ പോയതിൻ്റെ കുറച്ച് വീഡിയോ അല്ലാണ്ട് വേറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഡ്യൂട്ടിയിലായിരുന്നു, കുറച്ച് ദിവസം ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടിയിൽ വീണ്ടും കയറി, അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ അത്ര ഒരു നല്ല അത്ര ഹാപ്പി ആയിരുന്നില്ല വീഡിയോ ഇടാൻ. നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ, അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ ഒരു ആത്മാർത്ഥതയോട് പറയണ്ടേ, അപ്പോൾ ആ ഒരു ഇത് ഒന്നും തോന്നിയില്ല. അപ്പോൾ കുറച്ച് ദിവസം ഫോട്ടോകളും അതുപോലെ തന്നെ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് പോയത് തന്നെയാണ്. അപ്പോൾ ആ വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറേ സ്ഥലങ്ങൾ പോയ എൻ്റെ വീഡിയോ ഉണ്ട്, അത് ഇടയ്ക്ക് ഇടുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പോഴും ഭയങ്കര തണുപ്പാണ്. പിന്നെന്താ, ഞാൻ എപ്പോഴും അന്ന് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ലാസ്റ്റ് ഒരു ടോപ്പിക്ക് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, നമ്മൾ ബെറ്ററാക്കാൻ എന്തൊക്കെ ചെയ്യണം, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ ഒരു സംഭവമാണ്. ആൾക്കാർ ശ്രദ്ധിക്കാത്ത സംഭവം. പിന്നെ ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തിടുന്ന ഒരു സംഭവം, ഒരു ടോപ്പിക്കാണ് മെൻ്റൽ ഹെൽത്ത്, ഡിപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ ഒപ്പമുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ എന്താണ്, സ്വന്തമായിട്ട് അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഭയങ്കര ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, നമ്മളത് കാര്യമാക്കില്ല. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ നോർമൽ നമ്മുടെ ജോലി തിരക്ക്, വീട്ടിലത്തെ കാര്യങ്ങളെ തിരക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിലല്ല, ഓൾമോസ്റ്റ് കുറേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ സൂയിസൈഡൽ റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിപ്രഷനിൽ വരുന്ന ആൾക്കാരുടെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് തമാശ പോലെയാണ് ഡിപ്രഷൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ. അത് ഒരാൾക്ക് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ നമ്മൾ ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത് ഭയങ്കര നടക്കാത്തൊരു കാര്യമാണ്. ഞാൻ കമൻറ്റ് സെക്ഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ വന്ന് പറയണ സമയത്ത് അന്നെന്തോ കുറച്ച് വിഷമത്തിലാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഞാൻ കണ്ടതായിരുന്നു. ഇവള് ഡിപ്രഷനിലാണ്, ഇവള് അധികം താമസിക്കാണ്ട് സൂയിസൈഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സിമിലറായിട്ടുള്ള കുറേ, അതായത് ഒരാളുടെ വിഷമത്തിൽ സന്തോഷിക്കണ പോലെ, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നതിൽ ഓക്കെ ഞാൻ ഡിപ്രഷനിലല്ലേ, സന്തോഷത്തിലല്ലേ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഓക്കെ, ഇപ്പോൾ ഞാൻ ഡിപ്രഷനിലാണ് എന്ന് തോന്നുകയാണെങ്കിൽ, ഇപ്പോൾ ശത്രുവിനെ പോലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എനിക്ക് ആ കമൻ്റ് ഇട്ട ആളിനൊക്കെ അറിയില്ല. അതുപോലെ തന്നെ കുറേ കമൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു ശത്രുവാൻ മാത്രം ഞാൻ ഇത്ര ഉപദ്രവം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓക്കെ, ആൾക്ക് തോന്നുന്നുണ്ട്, ആൾക്ക് ഞാൻ ഡിപ്രഷനിലാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കാം, ഉപദ്രവിക്കാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഓക്കെ സപ്പോർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വേണമെങ്കിൽ ഒരു നല്ല വാക്ക് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈ ഉപദ്രവം ചെയ്യണ ആൾക്കാരാണ് കൂടുതൽ. അതിപ്പോൾ എല്ലാ പ്രൊഫഷൻ എടുത്താലും, പഠിച്ച ആൾക്കാരാണെങ്കിലും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നുമില്ല, ആൾക്കാർക്ക് മനുഷ്യനോടുള്ള സ്നേഹം ഭയങ്കര കുറവാണ്. അങ്ങനെ സ്നേഹം ഉണ്ട് എന്ന് വിചാരിക്കുന്നത് ഭയങ്കര തെറ്റാണ്.
എല്ലാവർക്കും സ്വന്തം കാര്യം. ഈ ഡിപ്രഷനിലാവണ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ സ്വന്തം കാര്യം സെൽഫ് പ്രയോറിറ്റി കൊടുക്കാത്ത ആൾക്കാർക്കായിരിക്കും കൂടുതലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരിക. അവർ കൂടുതലും അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കും, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോലിക്ക് പ്രയോറിറ്റി കൊടുക്കും, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കും. അവരുടെ കാര്യം അവർ മറക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഇവരൊന്നും നമ്മുടെ ഒപ്പം ഇല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് ഒരു 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 വൃത്തികെട്ടൊരവസ്ഥ വരും. അത് വൃത്തികെട്ട അവസ്ഥയിൽ വന്ന സമയത്ത് ആയ ആൾക്കാർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആരും കൂടി ഉണ്ടാവില്ല. അപ്പോൾ കൂടി ഉണ്ടാവണ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാവുമ്പോൾ നമുക്കൊരു ബേസിക് നീഡ്സ് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും. അതായത് ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വീടുണ്ടാവണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ആരുടെയും സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ നമുക്ക് ഡെയിലി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവണം. അതുപോലെ തന്നെ വെള്ളം, ഇതൊക്കെയാണ് ബേസിക് നീഡ്സ്. അപ്പോൾ ആ ബേസിക് നീഡ്സ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കാൻ, നമ്മളതിനെ സെൽഫ് കെയർ ചെയ്യാൻ നോക്കുക, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ബേസിക് നീഡ്സ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ആദ്യം കുറച്ച് സെൽഫ് പ്രയോറിറ്റി ഇങ്ങനത്തെ ആൾക്കാർ ഭയങ്കര 100% ആൾക്കാരിൽ ഒരു 10% ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടാവുള്ളൂ, സ്വന്തം കാര്യം നോക്കാണ്ട് പോണ ആൾക്കാർ. പക്ഷേ ഈ സ്വന്തം കാര്യം നോക്കാണ്ട് പോണ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യം നോക്കുക. അതുപോലെ തന്നെ ഡിപ്രഷൻ അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ കൂടെ ഒപ്പം ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നില്ല, കൂടെ പാരൻസോ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഒപ്പം സിബ്ലിങ്സ് ആരും സപ്പോർട്ട് ചെയ്യാനില്ല, പാർട്ട്നേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഒരു ജോലി, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഈ വാക്കിംഗ്, അതുപോലെ തന്നെ ഒരു ഡെയിലി റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഡിപ്രഷനിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഡെയിലി റുട്ടീൻ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലത്ത് എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും, റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും, ഉറക്കം കിട്ടാൻ മടിയായിരിക്കും, അതുപോലെ തന്നെ ഭക്ഷണച്ചിട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് നമ്മളതിനെ തന്നെ ബെറ്റർ ആക്കാൻ നോക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും, ജോലി ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ നമ്മൾ സേഫാണ്, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഒരു കാര്യം സോൾവ് ചെയ്തു, അത് പതുക്കെ അതിപ്പോൾ ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല. അതാണ് ഞാൻ മുമ്പത്തെ വീഡിയോകളിലും പറയാറ്, നമ്മൾ ചെറിയ പൈസയാണെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ ഡിപ്രഷനിലല്ലാത്ത ആൾക്കാരാണെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി, അത് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു ജോലി, അത് എന്ത് ജോലിയാണെങ്കിലും നിങ്ങളുടെ പഠിത്തത്തിൻ്റെ ഒപ്പം കൊണ്ട് പോകാൻ നോക്കുക. സ്വന്തമായിട്ട് കിട്ടുന്ന 10 രൂപയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. സോ അത് നമുക്കൊരു ബലം തരും. അപ്പോൾ അത് ഡിപ്രഷനിലേക്ക് പോകാണ്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. കാരണം വേറെ ഒരു ആളുടെ ആവശ്യം നമുക്കില്ല, നമ്മൾ കാശുണ്ടാക്കുന്നുണ്ട്, ആ ഒരു സപ്പോർട്ടുണ്ട്. എന്നാലും നമ്മൾ ഇതിലേക്കൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ഓരോരുത്തർക്ക് ഡിപ്രഷനിൽ പോകാനുള്ള ലിമിറ്റുകൾ വ്യത്യാസമാണ്. അതിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ആദ്യം വീഡിയോ തുടങ്ങിയത്. എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് തന്നെ ഡിപ്രഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിനെപ്പറ്റി പറയാറുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒപ്പമുള്ള ആൾക്കാർ, ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഡിപ്രഷനെ പറ്റിയിട്ട് ഇപ്പോൾ പല കാര്യത്തിലും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വന്തം ഒപ്പമുള്ള ആൾക്കാർ ബുദ്ധിമുട്ടിൽ വരുമ്പോൾ ചിലപ്പോൾ സഹായിച്ചൊന്നും വരില്ല. അതിപ്പോൾ ഏത് പ്രൊഫഷനിലാണെങ്കിൽ സഹായിച്ചൊന്നും വരില്ല. സോ നമ്മൾ നമ്മുടെ കാര്യം നോക്കാൻ പ്രവൃത്തിയാക്കുക. പിന്നെ ഡോക്ടേഴ്സിൻ്റെ ഇടയിലാവുമ്പോൾ പിന്നെ എന്തായാലും ഒരു സാലറി കിട്ടുന്നുണ്ട്, അപ്പോൾ അവരുടെ ബേസിക് നീഡ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമുണ്ട്. പിന്നെ എന്താ പറയുക, കുറേ ഇങ്ങനത്തെ കുറച്ച്
നമ്മുടെ ബേസിക് നീഡ്സ് വരുന്ന വേറെ കാര്യങ്ങളാണ്. നമ്മളെ തന്നെ ഞാൻ നോക്കാത്തൊരു കാര്യമാണ് നമ്മളെ തന്നെ ഒന്ന് സെൽഫ് കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഒക്കെ വരുത്തി നമുക്ക് തന്നെ ഒരു വ്യത്യാസം വരും. നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാൻ നോക്കുക, കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്കുക. നമുക്ക് പറ്റുന്ന ഓക്കെ നാളെ എനിക്ക് ഫോറിൻ കൺട്രി പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാശ് കൊണ്ട് നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അടുത്ത് ഒരു നല്ലൊരു സ്ഥലം പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ഏത് മാർഗത്തിലാണെങ്കിലും ഒന്ന് നമ്മുടെ ചുറ്റുപാടല്ലാണ്ട് വേറൊരു നല്ല സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഒന്ന് ചുറ്റുപാട് മാറ്റി പിടിച്ചു നോക്കുക. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മളൊരു റെസ്റ്റ് ടൈം കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് തന്നെ കുറച്ച് നമുക്ക് എന്താണ് ഇഷ്ടം. ചിലപ്പോൾ നമ്മൾ കുറേ ബാക്കിയുള്ളവർക്ക് വേണ്ടി നടന്നിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ആ ഇഷ്ടങ്ങൾ വീണ്ടും നമുക്ക് എന്തൊക്കെയായിരുന്നു ഇഷ്ടങ്ങൾ, ചിലപ്പോൾ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ ചില സ്പോർട്സിൽ ഇഷ്ടമുണ്ട്. എനിക്ക് ഷട്ടിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ചിലപ്പോൾ കവിത എഴുതാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ പാട്ട് പാടാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇഷ്ടങ്ങൾ എന്താന്ന് മറന്നുപോയ ആൾക്കാർ, ഇതൊക്കെ വെറുതെ ഡയലോഗല്ല, മറന്നുപോയ ആൾക്കാരുണ്ടായിരിക്കും എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്. ചിലപ്പോൾ വേറെ ആൾക്കാർ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവുള്ളൂ, അയ്യോ എനിക്കിത് ഇഷ്ടമായിരുന്നല്ലോ, ഞാനെന്താ ചെയ്യാത്ത എന്ന് നമുക്ക് തോന്നണം. അപ്പോൾ മറന്നുപോയ ഇഷ്ടങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് അത് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ റുട്ടീൻ. ഇപ്പോൾ നമ്മുടെ പട്ടാളത്തിൽ മിലിറ്ററിയിലൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീനുണ്ട്. അതായത് നമ്മുടെ ബെഡ് മേക്കിംഗ് തൊട്ട് കാലത്ത് റെഡിയാവുന്ന ഇത് ഹെയർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, കാലത്തുള്ള കുളി, ഫുൾ ഡെയിലി റുട്ടീൻ അവർക്കൊരു ചിട്ടയുണ്ട്. ആ ഡെയിലി ചിട്ട തന്നെ കറക്റ്റായിട്ട് വരുമ്പോൾ ആൾ കുറച്ച് ബെറ്ററാവും. ഈ പറയുന്ന ഞാൻ അത്ര നന്നായിട്ട് ചിട്ടയൊന്നും നോക്കണ ആളല്ല. ഇപ്പോൾ ഇന്ത്യൻ ഡ്യൂട്ടി സമയം ഇത്ര കുറച്ച് ഹെവി ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടിയുടെ സമയത്തും എനിക്ക് അത്ര ചിട്ട നോക്കാനും പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾ സമയമുണ്ടെങ്കിൽ നോക്കുക. നിങ്ങൾ ഇത്തിരി ഇങ്ങനെ ഡിപ്രഷനിൽ ആണ് എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡെയിലി റുട്ടീൻ കറക്റ്റ് സമയത്തിന് ഉറങ്ങാൻ നോക്കുക, കറക്റ്റ് സമയത്തിന് എണീക്കാൻ നോക്കുക, കറക്റ്റ് ഓരോന്നിനും കറക്റ്റ് സമയം കൊടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ പുറത്ത് നടക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, വാക്കിംഗ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കുറച്ച് ഫിസിക്കൽ എക്സസൈസ് കൊടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. കുറച്ച് ഹെൽത്തി ഫുഡ്സ് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് മോഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മോഷൻ പാസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഫുഡിൽ കുറച്ച് ഫൈബർ കണ്ടൻറ്റുള്ള സാധനങ്ങൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യുക, ഹെൽത്തി ആവാൻ നോക്കുക. പിന്നെ ജോലി മസ്റ്റ്, സമ്പാദിക്കണം എന്നുള്ളത് മസ്റ്റ്. സെൽഫ് കെയർ, സെൽഫ് പ്രയോറിറ്റി കൊടുക്കുക. നമ്മളിങ്ങനത്തെ ഡിപ്രഷൻ പറയണ ആൾക്കാരോട്, ഡിപ്രഷനിൽ പെട്ട ആൾക്കാരോടൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു 5 പ്രയോറിറ്റി പറയുമ്പോൾ അവർ പറയും എനിക്ക് അത് പ്രയോറിറ്റി ആയിരുന്നു, ഇത് പ്രയോറിറ്റി ആയിരുന്നു, അത് പ്രയോറിറ്റി ആയിരുന്നു. പക്ഷെ അവരുടെ പ്രയോറിറ്റികളിലൊന്നും അവർ പ്രയോറിറ്റി ആയിരിക്കില്ല. സെൽഫ് പ്രയോറിറ്റി കൊടുക്കാൻ നോക്കുക ഇനിയെങ്കിലും. ഓക്കെ. അതുപോലെ തന്നെ സെൽഫ് കെയർ, സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഉണ്ടാവുള്ളൂ, അത് സപ്പോർട്ട് ചെയ്യാൻ വേറെ ഒരാളുണ്ടാവില്ല. അങ്ങനത്തെ ഒരു സമയം വരും. അതുപോലെ തന്നെ ഡിപ്രഷനിൽ പെടാത്ത ആൾക്കാരും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ നോക്കുക. ചെറിയ ജോലിയാണെങ്കിൽ ചെറിയ ജോലി, പഠിത്തത്തിനൊപ്പം ഒരു ജോലി കൊണ്ടുപോകാനും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ നോക്കുക. അങ്ങനെ സമ്പാദിക്കുമ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഫീലിങ്, അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഒരു സന്തോഷമുണ്ടാവും. ഓക്കെ, ബൈ.